ഇത് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാക്കുന്ന ഇത് കണ്ടോ, ഇതാണ് ആദ്യമായിട്ട് പിന്നെ ഞങ്ങളുടെ യാത്ര ചെയ്ത ടയർ. ഇത് കൊടുക്കാതെ ഇങ്ങനെ ഇട്ടാക്കുന്ന ഇത് ഞങ്ങളുടെ ഒരു പിന്നെ ഇതുണ്ടായിരുന്നു ഒരു സ്കോർപിയോ, അതിന്റെ ടയർ. ഇത് ഞങ്ങളുടെ മറ്റേ വണ്ടിയുടെ ടയർ. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ട് ഒരു മെമ്മറീസിനായിട്ട് ഇതൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഇതിനകത്ത് കുറേ സാധനങ്ങൾ ബോട്ട് പോലും കൊടുക്കൂല. അതുകൊണ്ട് ഇതൊക്കെ വണ്ടിയുടെ ഇത് നിയമപ്രശ്നം വന്നു, ഈ സാധനം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ബുൾ കാരിയർ ഞാൻ പറഞ്ഞ എന്തൊരു പേര് പറയും, അപ്പൊ അത് വെക്കാൻ പാടില്ല. അത് ഊരി ഇത് നമ്മള് മഞ്ഞുള്ള സ്ഥലത്ത് പോകുമ്പോ ശബല് പോരാനുള്ള ശബല് വരെ മഞ്ഞുള്ള സമയത്ത് ഉപയോഗിക്കുന്നത്. ഇവര് കുറെ എക്യുപ്മെന്റ്സ് കുറെ ഉണ്ട്. അതായത് മഞ്ഞുള്ള സ്ഥലത്ത് വണ്ടി പിന്നെ ലൈറ്റ് വേണം, എവിടെ വേണം ചാക്ക് കണക്കിന് കിടപ്പുണ്ട്. ഇതുണ്ടോ ഓസ്ട്രേലിയ ഇത് കണ്ടോ ഇങ്ങുവാ ഇത് ഇതിനകത്തൊക്കെ നിറച്ചും പിന്നെ ലൈറ്റുകൾ, വണ്ടിയുടെ സംബന്ധമായ സാധനങ്ങൾ, അന്ന് കുക്ക് ചെയ്ത സാധനങ്ങള്, പിന്നെ ബാരലിലെ എണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പൊ ഇനി ഇതേപോലെ ലോങ് ട്രിപ്പ് പോകുമ്പോ ഇതൊന്നും എടുത്തിട്ട് പോവോ? ഇല്ല, അത് ഓരോ വണ്ടിക്ക് ഓരോന്നാ. വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സർട്ടിഫിക്കറ്റ് സാധനങ്ങളുണ്ട്, അതൊക്കെ ആ വണ്ടിയിലുണ്ട്. അപ്പൊ ഇനി പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വണ്ടി ഇവിടുന്ന് ഈ അങ്ങാടിക്കടവിൽ നിന്ന് നമ്മൾ വണ്ടി ഓടിച്ച് അമേരിക്കയിൽ പോവാ. അങ്ങനെ ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഇന്ത്യയിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, ചൈന വഴി ഇപ്പൊ കസാക്കിസ്ഥാനിലാണ്. ഇനി അത് അവിടുന്ന് റഷ്യ വഴി യൂറോപ്പിന് പോയി, അങ്ങനെ അമേരിക്കയിൽ പോയി. അപ്പൊ നിങ്ങൾ പോണ്ടേ? അതെ ഞാൻ പോകാൻ സാധനമില്ലല്ലോ. പാസ്പോർട്ടില്ല. കഥ ചോദിച്ചിട്ട് നിങ്ങൾ കഥയിൽ ആരാന്ന് ചോദിച്ചു ഞാൻ എന്നാ പറയാനാ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ നാറും, അതുകൊണ്ടില്ല. അപ്പൊ ശരിക്കും ഈ വീട്ടിൽ എത്ര ബെഡ്റൂം? ഈ വീട്ടില് കറക്റ്റ് പറയാനുള്ള 5 ബെഡ്റൂം ഉണ്ട്. 5 ബെഡ്റൂം ആണ് ലിവിന്റെ. ആകെ ഒരു ബെഡ്റൂം, ഒരു ടീറ്ററും എടുക്കും 5. ഓക്കെ, ബെഡ്റൂം അമ്മ കൊണ്ട് അമ്മ 4 ഉള്ളൂന്നാ പറഞ്ഞേ. അവിടുത്തെ ബാൽക്കണി ചേച്ചി, ആ ബാൽക്കണി വെറുതെ പറയാലേ, 4 ഈ വീട് നിക്കുന്നത് പറഞ്ഞാൽ ഈ വീട് ഇവരുടെ ഫുൾ ഹാർഡ് വർക്ക് ആണ് അല്ലേ? അതായത് ഞങ്ങൾ ആരെ ഏൽപ്പിച്ചില്ല, ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ കൂട്ടുകാർ സെറ്റപ്പ്. പിന്നെ ഞങ്ങളുടെ നിങ്ങളാണ് കല്ലൊക്കെ ഇട്ട് പണിത്? അല്ല, ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്കെല്ലാം ഇപ്പൊ റസാഖ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത ആളാണ്. എല്ലാം കൊണ്ട് അങ്ങനെ പണിത് അങ്ങനെ കോസ്റ്റ് ആയിട്ട് പണിത്. അതാണ്. അപ്പൊ എല്ലാം അങ്ങനെ ആ ഒരു ഹാർഡ് വർക്കിലും ഇവരുടെ ആ ഒരു പ്രയത്നത്തിൽ വന്നിട്ടുള്ളതാണ് ഈ വീട്. അപ്പൊ അതുപോലെ തന്നെ ഈ വീട്ടിൽ ഇവർക്ക് ആ സന്തോഷം അതുപോലെ തന്നെ ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞോണ്ട് ഈ ഒരു അല്ല അതിന്റെ വൈൻഡപ്പ് ഒക്കെ ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം. നമ്മുടെ ഈ ലോഗോന്റെ ഫ്രണ്ടിൽ തന്നെ എനിക്ക് വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ പ്ലസ് നമ്മുടെ ഒരു ഇംഗ്ലീഷും പറഞ്ഞ് എന്തെങ്കിലും ഒരു ഇംഗ്ലീഷിൽ പറയട്ടോ വൈൻഡപ്പ്. അപ്പൊ ഞാൻ മലയാളത്തിൽ അതെ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ വന്നു നല്ല മനോഹരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളെ എനിക്ക് വേണ്ടി വെരി വെരി താങ്ക് യു ഫോർ ബിഹൈൻഡ് ദ ഐസ് അവർ ഹോം കമ്മിങ് യു. എനിക്ക് അങ്ങനെ പറയാറുണ്ട്. ഐസ് അല്ലേ? ബിഹൈൻഡ് ദ വുഡ്സ്.